ഹലോ എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിറ്റ് സ്റ്റെപ്പ് ഫംഗ്ഷൻ, അതുപോലെ തന്നെ ഡിറാക് ഡെൽറ്റ ഫംഗ്ഷൻ ആൻഡ് കൺവല്യൂഷൻ ഇത് മൂന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തിരി ഫാസ്റ്റായിട്ടാണ് ഞാൻ ക്ലാസ് അതിൽ പറഞ്ഞിരുന്നത്. വേറെ ഒന്നുമല്ല, നോട്ട്സ് ഓൾറെഡി തന്നതാണ്. പിന്നെ പ്രോബ്ലം പേപ്പർ ആയതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ്. പിന്നെ വീഡിയോ ആകുമ്പോൾ നിങ്ങൾക്ക് അത്രയും സമയം നിങ്ങൾക്ക് ക്ഷമ ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല നിങ്ങൾക്ക് അത് കേട്ടിരിക്കാൻ. അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. അപ്പോൾ നിങ്ങൾ അത് പിന്നെ നിങ്ങൾക്ക് പോസ് ചെയ്തിട്ട് ഒന്നും കൂടി കേൾക്കാമല്ലോ, എവിടെയെങ്കിലും വിട്ടുപോയിട്ടുണ്ട് മനസ്സിലാവാത്തുണ്ടെങ്കിൽ. അപ്പോൾ ഇത്തിരി ഫാസ്റ്റായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത്. സോ നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് നമുക്ക് പോകാം. എന്താണ് പ്രോബ്ലം പറയുന്നത്? സോൾവ് ദി ഫോളോയിങ് ഇൻ്റഗ്രൽ ഇക്വേഷൻ. എന്താ ഇൻ്റഗ്രൽ ഇക്വേഷൻ? y ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് ഇൻ്റഗ്രൽ 0 ടു ടി y ഓഫ് യു സൈൻ ഓഫ് ടി മൈനസ് യു ഡി യു. കൺവല്യൂഷൻ തിയറം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ കൺവല്യൂഷൻ യൂസ് ചെയ്തിട്ടാണ് പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? ഈ ഇൻ്റഗ്രൽ ഇക്വേഷൻ അതിനെങ്ങനെ എഴുതി? y ഓഫ് ടി ഈക്വൽ ടു ടി പ്ലസ് വൈ സ്റ്റാർ സൈൻ ടി. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു പ്രോബ്ലം ചെയ്തത് ഓർമ്മ ഉണ്ടാവുമെന്ന് കരുതുന്നു. സൈൻ ടോ എന്നുള്ളതിന് ഇൻ്റഗ്രൽ സൈൻ ടോ ഡി ടോ എന്നുള്ളതിനെ നമ്മൾ സൈൻ ടി ഇൻറ്റു 1 ആക്കിയിട്ട് അതിൻ്റെ കൺവല്യൂഷൻ ഫോമിൽ എഴുതിയിട്ട് ലാപ്ലേസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ നമ്മൾ കൺവല്യൂഷൻ യൂസ് ചെയ്യുകയാണ് ചെയ്തത്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ y ഓഫ് യു സൈൻ ടി മൈനസ് യു ഞാൻ എങ്ങനെ എഴുതി? വൈ സ്റ്റാർ സൈൻ ഓഫ് ടി എന്ന് എഴുതി. ദെൻ വൈ ഓഫ് എസ്, അതായത് നമ്മൾ ആ ലാപ്ലേസ് ട്രാൻസ്ഫോമിലോട്ട് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു അസംഷൻ എടുത്തു. ക്യാപിറ്റൽ വൈ ഓഫ് എസ് എന്ന് പറയുന്നത് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് സ്മോൾ വൈ ഓഫ് ടി ആണെന്ന് എടുത്തു. അതായത് ഇതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോമിനെ ക്യാപിറ്റൽ വൈ ഓഫ് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്തു. ദെൻ ബൈ ലീനിയാരിറ്റി ഓഫ് ദി ഇൻവേഴ്സ് ട്രാൻസ്ഫോം ആൻഡ് ബൈ കൺവല്യൂഷൻ തിയറം. അപ്പോൾ നമ്മൾ ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഓഫ് വൈ ഓഫ് ടി എന്ന് പറയുന്നത് എന്താണ്? എൽ ഓഫ് ടി പ്ലസ് വൈ സ്റ്റാർ ഓഫ് സൈൻ ഓഫ് ടി, അല്ലേ? ഇത് ഓക്കെ. ദെൻ അപ്പോൾ നമ്മൾ അതിന് അങ്ങനെ എഴുതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തു. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അനുസരിച്ച് എൽ ഓഫ് ടി പ്ലസ് എൽ ഓഫ് വൈ സ്റ്റാർ സൈൻ ഓഫ് ടി എഴുതി. ദെൻ അതിൻ്റെ ലാപ്ലേസ് നമ്മൾ കണ്ടു. ടിയുടെ ലാപ്ലേസ് നമുക്കറിയാം 1/s² ആണ്. എഗെയിൻ ഇവിടെ വീണ്ടും കൺവല്യൂഷൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് സ്പ്ലിറ്റ് ചെയ്തു. ദെൻ എൽ ഓഫ് വൈ ഓഫ് ടി നമ്മൾ വൈ ഓഫ് എസ് ആണെന്നുള്ള അവിടെ അസ്യൂം ചെയ്തിട്ടുണ്ട്. സോ അസംഷനിൽ നമുക്കിത് ക്യാപിറ്റൽ വൈ ഓഫ് എസ് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ആൻഡ് എൽ ഓഫ് സൈൻ ടീനെ 1/s² + 1 എന്ന് എഴുതാം. ദെൻ നമ്മളിവിടെ എന്ത് ചെയ്യുക? അപ്പം നമുക്ക് വേണ്ടത് എന്തായിരുന്നു? ഓക്കെ. ദെൻ 1 - 1/s² + 1 വൈ ഓഫ് എസ്. അതായത് ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തു. ഈ എക്സ്പ്രഷൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? അതായത് ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ വൈ ഓഫ് എസ് ഉണ്ട്, പിന്നെ ഈ ഇക്വേഷനും ഉണ്ട്. അതൊന്ന് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് വന്നു 1 - 1/s² + 1 വൈ ഓഫ് എസ് ഇസ് ഈക്വൽ ടു 1/s². ആൻഡ് സോ വൈ ഓഫ് എസ് എന്ത് കിട്ടി? s² + 1/s⁴. ദെൻ സ്മോൾ വൈ ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? എൽ ഇൻവേഴ്സ് ഓഫ് വൈ ഓഫ് എസ്, അല്ലേ? വൈ ഓഫ് ടിയുടെ ലാപ്ലേസ് ആണ് വൈ ഓഫ് എസ്. അങ്ങനെയാണെങ്കിൽ വൈ ഓഫ് ടി എന്ന് പറയുന്നത് ഇൻവേഴ്സ് ഓഫ് ക്യാപിറ്റൽ വൈ ഓഫ് എസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ആ ഇൻവേഴ്സ് ഇവിടെ നിന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് വരും ആൻസർ? എന്താ വന്നിരിക്കുന്നത്? ടി പ്ലസ് ടി ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ വിച്ച് ഇസ് ഈക്വൽ ടു ടി പ്ലസ് 1/6 ടി ക്യൂബ്. മനസ്സിലായോ? സിമ്പിളാണ്, ഒന്നുമില്ല. ആ ഒരു ഫോർമാറ്റ് ഒന്ന് ഓർത്താൽ മതി. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ എങ്ങനെ കൺവേർട്ട് ചെയ്യണമെന്ന് മാത്രം ഓർത്താൽ മതി. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വരും. അപ്പോൾ അതുപോലെ ചെയ്യാനൊരു ഹോംവർക്ക് തന്നിട്ടുണ്ട്, ചെയ്ത് നോക്കാം. ഓക്കെ. നെക്സ്റ്റ് ഈസ് ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എ പീരിയോഡിക് ഫംഗ്ഷൻ. പീരിയോഡിക് ഫംഗ്ഷൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം. പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾ നേരത്തെ പഠിച്ചതാണ്. നമ്മുടെ ഫൊറിയർ ട്രാൻസ്ഫോം പഠിച്ച സമയത്ത് പീരിയോഡിക് ഫംഗ്ഷൻ എന്താണെന്നുള്ളത് വ്യക്തമായിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഞാൻ ഇവിടെ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. നേരെ പ്രോബ്ലത്തിൽ അല്ലെങ്കിൽ തിയറത്തിലോട്ട് കടക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ തിയറം പറയുന്നത് എന്താ? എഫ് ഓഫ് ടി എന്ന് പറയുന്നത് ഒരു പീസ് വൈസ് കണ്ടിന്യൂസ് ഓഫ് എക്സ്പോണൻഷ്യൽ ഓർഡർ ആൻഡ് പീരിയോഡിക് വിത്ത് പീരിയഡ് ടി. ദെൻ എൽ ഓഫ് എഫ് ഓഫ് ടി. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ് ആൻഡ് ഓൾസോ കണ്ടിന്യൂസ് ആണെങ്കിൽ അതിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? 1/1 - e⁻ st ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു ക്യാപിറ്റൽ ടി e⁻t എഫ് ഓഫ് ടി ഡി ടി. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. സോ അതിനെ ബേസ് ചെയ്തൊരു പ്രോബ്ലം നമുക്ക് ഇവിടെ ഉണ്ട്. എന്താ പ്രോബ്ലം പറയുന്നത്? ഫൈൻഡ് ദി ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ എഫ് ഓഫ് ടി ഡിഫൈൻഡ് ബൈ ദി ഫോളോയിങ് ഫിഗർ. അപ്പോൾ നമുക്കിവിടെ എഫ് ഓഫ് ടി തന്നിട്ടുണ്ട്, അതിന് ലാപ്ലേസ് ട്രാൻസ്ഫോം. അപ്പോൾ നമ്മൾ ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു പീരിയോഡിക് ഫംഗ്ഷൻ ആണ്, അല്ലേ? ഒരു ഇൻ്റർവെൽ കഴിയുമ്പോൾ വീണ്ടും അതേ ഫംഗ്ഷൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്, അല്ലേ? അതായത് 2, അല്ലേ? 2 അല്ലേ ഇവിടുത്തെ പീരീഡ്, അല്ലേ?
ടു അല്ലേ ഇവിടുത്തെ പീരീഡ് വരുന്നത്, ഇത്രയും ഭാഗം ടു അല്ലേ, അതുപോലെ തന്നെ ഇത്രയും ഭാഗം ടു. അപ്പോൾ ടു ആണ് ഇവിടുത്തെ പീരീഡ്. ടു കഴിയുന്നതിനനുസരിച്ച് ഫംഗ്ഷൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരാണ്. സോ 2 ഈസ് ദി പീരീഡ്. അപ്പോൾ നമുക്ക് ബാക്കി എന്ത് ചെയ്യാം, ഈ ഇക്വേഷൻ വെച്ച് അങ്ങ് കണ്ടുപിടിക്കാം. ഓക്കെ, സോ നമ്മുടെ ഇവിടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് പീരീഡ് എന്ന് പറയുന്നത് എന്താണ് 2 ആണ്. ആൻഡ് ഇൻ ദി ഇൻ്റർവെൽ, ഓരോ ഇൻ്റർവെൽ 0 to 2 ഫംഗ്ഷൻ വാല്യൂ ടി, ആ ഫംഗ്ഷൻ വാല്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ എങ്ങനെ എഫ് ഓഫ് ടി ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. 0 to 1 ടി ആൻഡ് 1 to 2 2 മൈനസ് ടി. മനസ്സിലായിട്ടുണ്ടാവുന്നു. അതായത് 0 to 1 ഇത്രയും ഭാഗം ഫംഗ്ഷൻ വാല്യൂ വാരി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ, ഇങ്ങനെ വാരി ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ടി. ഓക്കെ, ദെൻ 1 2 എത്തുമ്പോൾ അത് കുറഞ്ഞ് വരാണ് അല്ലേ. എവിടെ നിന്ന് കുറഞ്ഞ് വരുന്നത്, ആ 1 കുറഞ്ഞ് വരാണ്. അപ്പോൾ ടി മൈനസ് 2 2 കുറഞ്ഞ് വരികയാണ്. അങ്ങനെയാണ് നമുക്കവിടെ ഫംഗ്ഷൻ വാല്യൂ കിട്ടുന്നത്. മനസ്സിലായോ? ഓക്കെ, അതിന് 2 മൈനസ് ടി എന്നുള്ള രീതിയിൽ, കാരണം ടി കുറഞ്ഞ് വരല്ലേ. അപ്പോൾ 2 അല്ല മാക്സിമം, അപ്പോൾ മാക്സിമം 2 ആണ്. അപ്പോൾ 2 കുറഞ്ഞ് വരുന്നത് 1 to 2. ഓക്കെ, സോ നമുക്ക് ആ പീരീഡ് 2 കിട്ടി. ആൻഡ് നമുക്ക് നമുക്ക് ഇത് കാണണം, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് എഫ് ഓഫ് ടി കാണും. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചിരിക്കുന്ന പീരിയോഡിക് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഈ ഫോമിലായിരിക്കും. ദെൻ അവിടെ നമുക്ക് വേണ്ട പീരിയോഡിസിറ്റി നമ്മൾ കൊടുത്തു 2. ഓക്കെ, നമ്മൾ 2 എന്ന് കൊടുത്തു. ദെൻ അവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഫംഗ്ഷൻ വാല്യൂ എഫ് ഓഫ് ടി 2 കേസായിട്ടുണ്ട്, 0 to 1 1 to 2. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഇൻ്റഗ്രേഷൻ സ്പ്ലിറ്റ് ചെയ്തു, ഫംഗ്ഷൻ വാല്യൂസ് കൊടുത്തു, ഇൻ്റഗ്രേറ്റ് ചെയ്തു, സോൾവ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്ത്, e⁻s മൈനസ് 1 ഹോൾ സ്ക്വയർ ബൈ s സ്ക്വയർ ഇൻറ്റു e⁻²s മൈനസ് 1. കാരണം ഇൻ്റഗ്രേഷനൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്, സിമ്പിൾ ഇൻ്റഗ്രേഷനാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ആ പ്രോബ്ലം ചെയ്യുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ലാപ്ലേസ് ട്രാൻസ്ഫോമിലുള്ളതാണ്. ഇനി ഞാൻ ലാപ്ലേസ് ട്രാൻസ്ഫോം പറഞ്ഞ സമയത്ത്, പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് നിങ്ങൾക്കൊരു ലാപ്ലേസ് ട്രാൻസ്ഫോം എന്താണെന്നുള്ളത് ഒരു ഐഡിയ തന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനുള്ളൊരു ടൂളാണ് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നുള്ളത്. പക്ഷേ നമ്മൾ അപ്പോൾ തന്നെ ഞാൻ പറയുകയും ചെയ്തു, നിങ്ങൾ പക്ഷേ അത് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ അതിന് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഡീപ്പായിട്ട് പോകുന്നില്ല. പകരം ഈ ലാപ്ലേസ് ട്രാൻസ്ഫോമിൻ്റെ ഡെഫിനിഷൻസും അത് യൂസ് ചെയ്തിട്ട് ചില ഫംഗ്ഷൻസിൻ്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം എങ്ങനെ കണ്ടുപിടിക്കുന്നതെന്നാണ് പഠിപ്പിക്കുന്നതെന്നാണ് പറഞ്ഞിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് 1-2 പ്രോബ്ലംസ് നമുക്ക് നോക്കാം. ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എങ്ങനെ ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നു എന്നുള്ളത്. ഓക്കെ, അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ആ ഏരിയ ഒന്ന് നിങ്ങൾ നോക്കൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സൊല്യൂഷൻ പഠിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡറും സെക്കൻഡ് ഓർഡറും. ഇപ്പോൾ ഫസ്റ്റ് ഓർഡർ ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞാണ്, സെക്കൻഡ് ഓർഡറും നിങ്ങൾക്ക് ഇപ്പോൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ സെക്ഷൻ ഒന്ന് നോക്കുക. എവിടെയെങ്കിലും എന്താണ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് നോക്കാം. ഞാൻ നോട്ട്സിൽ അത് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ തൽക്കാലം വീഡിയോ എടുക്കുന്നില്ല. ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ശരി.